ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 26, 27 എന്നീ ശ്ലോകങ്ങളാണ് ഇവിടെ സ്മരിക്കുന്നത്. ഓം ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഗേയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത ഗിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത ജ്വാലാമാലിനികാക്ഷിപ്തവന്യപ്രാകാരമധ്യഗ. ഇതാണ് ശ്ലോകങ്ങൾ. അതിൽ ആദ്യത്തെ നാമം ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത. ചക്രരാജം ശ്രീചക്രം തന്നെയാണ്. ചക്രരാജം എന്ന തേരിൽ കയറിയ ദേവി എല്ലാ ആയുധങ്ങളും ആ രഥത്തിൽ ആരൂഢമാക്കിയിട്ടുണ്ട്, സംഭരിക്കപ്പെട്ടിട്ടുണ്ട്. പറയുന്നു, ചക്രരാജം എന്ന തേരിൽ കയറ്റിയ എല്ലാ ആയുധങ്ങളോടും കൂടി പരിഷ്കൃതയായിരിക്കുന്നു, പരിശോഭിക്കുന്നു ദേവി. ദേവി എല്ലാ ആയുധങ്ങളാലും അലംകൃതയാണ്, പരിശോഭിക്കുന്നവളാണ്. ദേവിയുടെ രഥങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ രഥമാണ് ചക്രരാജ രഥം. ഈ രഥത്തിൽ 9 തട്ടുകളാണത്രേ ഉള്ളത്. ശ്രീചക്ര നിവാസിനിയായ അമ്മ ശ്രീ ലളിതാംബികയെ ഉപാസിച്ചാൽ സർവ ഐശ്വര്യങ്ങളും ലഭ്യമാകും. സർവരക്ഷയും നൽകുന്നത് അമ്മയാണ്. അങ്ങനെ ഏറ്റവും പ്രസിദ്ധമായ, ഏറ്റവും വലുപ്പമാർന്ന, ശക്തി നിറഞ്ഞ രഥത്തിൽ കയറി എല്ലാ ആയുധങ്ങളും ധരിച്ചുകൊണ്ട് മഹാദേവി വിരാജിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ കുറച്ച് ആന്തരിക അർത്ഥം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രഥത്തിന് 9 തട്ടുകളാണത്രേ ഉള്ളത്. 9 തട്ടുകൾ എന്ന് പറയുമ്പോൾ നവധാ ഭക്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അമ്മയെ ലഭിക്കണമെങ്കിൽ, അമ്മയുടെ ആ വിജയഭാവം നമുക്ക് അമ്മ അനുഗ്രഹമായി വർഷിച്ചു തരണം എങ്കിൽ തീർച്ചയായും സാധന അനുഷ്ഠാനങ്ങൾ ആവശ്യമാണ്. അതിന് 9 തട്ടുകളുണ്ട്. 9 പടികൾ കടന്നാലേ ശ്രീ രാജരാജേശ്വരിയായ ശ്രീ മഹാദേവിയുടെ പാദ ദർശനവും പാദസ്പർശനവും ലഭ്യമാവുകയുള്ളൂ, അല്ലെങ്കിൽ അമ്മയെ ലഭിക്കുകയുള്ളൂ. ഇവിടെ 9 പടികൾ കടന്നാലേ ദേവിയുടെ അടുത്ത് എത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ, ആദ്യത്തേത് നവധാ ഭക്തിയിൽ പറയുന്നത് ശ്രവണം ആണ്. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇങ്ങനെയാണ് 9 പടവുകൾ പറയുന്നത്. നവധാ ഭക്തി 9 തരത്തിൽ ഉള്ള മാർഗമാണ് ഇത്. ഒരുപാട് കേൾക്കുക, അമ്മയുടെ മഹിമ ഒരുപാട് ആചാര്യന്മാരിൽ നിന്ന് കേൾക്കുക. ശ്രവണം 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 ആദ്യ പടിയാണത്. അങ്ങനെ ഹൃദയത്തിൽ, മനസ്സിൽ, ബുദ്ധിയിൽ അമ്മയുടെ മാഹാത്മ്യത്തെക്കുറിച്ച്, അമ്മയുടെ മഹിമാതിരേകത്തെക്കുറിച്ച് ഉള്ള ബോധം നിറയ്ക്കുക, തെളിയിക്കുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരുപാട് കേൾക്കുക എന്നുള്ളതാണ്. കേട്ട് കഴിഞ്ഞാൽ അടുത്ത പടിയാണ് കീർത്തനം.
അമ്മയെക്കുറിച്ച് പ്രകീർത്തിക്കുക. പ്രകീർത്തിച്ചു പാടാം, പ്രകീർത്തിച്ച് സംസാരിക്കാം. എവിടെ എവിടെ അമ്മയുടെ കീർത്തനങ്ങളുണ്ടോ, എവിടെ എവിടെ സത്സംഗങ്ങളുണ്ടോ അവിടെ നമ്മൾക്ക് കേൾക്കാം. അവിടെ അമ്മയെക്കുറിച്ചുള്ള കീർത്തനങ്ങൾ കേൾക്കാം, ആലപിക്കാം, മനസ്സിൽ നിറയ്ക്കാം. പ്രകീർത്തിച്ചുള്ള സംസാരം കീർത്തനമാണ്. പാടുകയുമാവാം, ആലാപനത്തിനും പ്രാധാന്യമുണ്ട്. ഒരുപാട് ശ്രവിച്ചു, ഒരുപാട് കേട്ടു, ഒരുപാട് കീർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു. നമ്മുടെ ഹൃദയവും ഒരു വീണ പോലെ അങ്ങനെ ആലപിച്ചുകൊണ്ട് ഇരിക്കാനായിട്ട് പരിശ്രമിക്കാം. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്മരണമാണ്. സ്മരണം, സദാ നിരന്തര സ്മരണം. അമ്മയെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കുക. അമ്മയുടെ കഴിവ്, അമ്മയുടെ മഹിമ, അമ്മയുടെ സൗന്ദര്യം, അമ്മയുടെ ശക്തി, അമ്മയുടെ കാരുണ്യം, അമ്മയുടെ സാന്നിധ്യം, എങ്ങനെ സംരക്ഷണം, സൃഷ്ടി, സ്ഥിതി, ലയ, എല്ലാം, തിരോധാനം, അനുഗ്രഹം, എല്ലാം നമ്മൾ ഒരുപാട് ആ സൗന്ദര്യധാമം അത് അനുഭവിച്ചതാണ്. അങ്ങനെ അമ്മയെക്കുറിച്ചുള്ള സ്മരണം. ഏതൊന്ന് കണ്ടാൽ അത് അമ്മയാണ്, ഏതൊന്ന് കേട്ടാൽ അത് അമ്മയെക്കുറിച്ചാണ്. അങ്ങനെ സ്മരിക്കുക. അമ്മയുടെ മാഹാത്മ്യത്തെക്കുറിച്ചുള്ള സ്മരണം. അമ്മ ഏതേതു സന്ദർഭങ്ങളിൽ എങ്ങനെയെല്ലാമാണ് ഓടി വന്ന് മക്കളെ സംരക്ഷിച്ചത്, ഉദ്ധരിക്കുന്നത് എന്നുള്ള ഒരുപാട് കഥകൾ, അതാണ് ആദ്യം ശ്രവണം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ മനസ്സിൽ ഉണർന്നു വരുന്ന ഓരോരോ ചിത്രങ്ങളും ഓരോരോ ഭാവങ്ങളും സ്മരിച്ചുകൊണ്ടേയിരിക്കുക. ഇത്രയുമായാൽ നമുക്ക് അമ്മ തന്നെ അവസരങ്ങൾ തരികയാണ്. പാദസേവനം, അമ്മയുടെ തന്നെ പാദസേവനം എന്ന് പറയുമ്പോൾ എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നത് അമ്മയാണ്. അപ്പോൾ എല്ലാവരുടെയും പാദസേവനം ചെയ്യുക. എല്ലാവരുടെയും പാദസേവനം നടത്തുക എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളുടെ ശുശ്രൂഷ, സജ്ജനങ്ങളുടെ സംരക്ഷണം, സജ്ജനങ്ങളുടെ സാന്നിധ്യം, ഇതെല്ലാം ചെയ്യുക. അപ്പോൾ പാദസേവനം ആണ് അടുത്ത പടി. അപ്പോൾ അമ്മയുടെ പാദ പൂജ ചെയ്യാം, അമ്മയുടെ ഉത്തമ ഭക്തരുടെ പാദപൂജ ചെയ്യാം. അമ്മയായി കണ്ടുകൊണ്ട് സ്ത്രീകളെ പൂജിക്കാം, അമ്മമാരെ പൂജിക്കാം, കുമാരിമാരെ പൂജിക്കാം, ബാലികമാരെ പൂജിക്കാം. അങ്ങനെ പാദസേവനം ചെയ്യാം. പിന്നീടുള്ളത് അർച്ചനം. പുഷ്പങ്ങളാൽ, വാക്കുകളാലുള്ള പുഷ്പങ്ങളാവാം, നിറഞ്ഞ വിവിധങ്ങളായ സൗരഭ്യവും സൗന്ദര്യവുമുള്ള വർണ്ണങ്ങളിലുള്ള പൂക്കളാൽ അർച്ചിക്കാം, കീർത്തനങ്ങളാൽ അർച്ചിക്കാം. അതാണ് അർച്ചനം എന്ന് പറയുന്നത്. പിന്നെ വന്ദനം, അടുത്ത പടിയാണ് വന്ദനം. അമ്മയെ വന്ദിക്കുക. അമ്മയെ വന്ദിക്കുക എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളെ എല്ലാവരെയും വന്ദിക്കുക. പൂന്താനം തിരുമേനി പറയണ പോലെ വീണ് നമസ്കരിക്കുക. അതിനുള്ള ഒരു സമർപ്പണം, വിനയം, എളിമ, ഇതെല്ലാം നമ്മൾ വളർത്തിയെടുക്കണം. അങ്ങനെ വന്ദിക്കാൻ പഠിക്കുക. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം മഹിമകളാണുള്ളത്. ഒരു പൂ വിരിയുന്നതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ആ പരിണാമങ്ങൾ, ഇതിൻ്റെ എല്ലാം പിന്നിലെ ശക്തി എന്താണ്, ആരാണ്, ആ ശക്തിയെക്കുറിച്ച് വന്ദിക്കുക. അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആദ്യം വന്ദനം, ഇങ്ങനെ അർച്ചനം, വന്ദനം. പിന്നീട് വരികയാണ് ദാസ്യം. അമ്മയുടെ ദാസികളാണ്, അമ്മയുടെ ദാസന്മാരാണ്. അമ്മയുടെ ഭക്തർ എന്ന് പറഞ്ഞാൽ ദേവകാര്യ സമുദ്യതരാണ് എന്നാണ് അർത്ഥം. എന്താണ് അമ്മയ്ക്ക് വേണ്ടത്? അമ്മയുടെ ആ സനാതന ധർമ്മത്തിന് എന്താണ് ആവശ്യമായിട്ടുള്ളത്, അത് ചെയ്യാനുള്ള ഒരു മനോഭാവം, സന്നദ്ധത നമുക്ക് വളർത്തിയെടുക്കണം. അപ്പോൾ എന്താണ് വേണ്ടത്? ധർമ്മം, നമ്മുടെ ധർമ്മം എന്താണോ അനുശാസിക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രവർത്തനം. അത് ശുശ്രൂഷാധികാര്യങ്ങൾ, രോഗികളെ, അശരണരെ, സ്വന്തം മാതാപിതാക്കളെ, പ്രായമായ മറ്റുള്ളവരെ എല്ലാവരെയും ദാസ്യബുദ്ധ്യ, ശുശ്രൂഷ മനസ്സോടു കൂടിയിട്ട് സേവനം ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക. അതിനാണ് അമ്മയുടെ ദാസ്യഭാവം എന്ന് പറയുമ്പോൾ എല്ലാവരിലും തുടിച്ചു നിൽക്കുന്നത് അമ്മയാണ് എന്നറിയുമ്പോൾ ആർക്കാണോ
ആവശ്യമായിട്ടുള്ളത്, ആർക്കാണോ ദൈന്യതയുള്ളത് അവർക്ക് വേണ്ടുന്ന സ്നേഹ ശുശ്രൂഷാദികൾ അർപ്പിക്കുക. പിന്നീട് സഖ്യം. അപ്പോൾ ഇങ്ങനെ എല്ലാവരിലും സ്നേഹവും കാരുണ്യവും ഒക്കെ കാണും. അതിന് സാധിച്ചു എങ്കിൽ സദാ നമ്മൾ അമ്മയെക്കുറിച്ചാണ് സ്മരിക്കുന്നത്, അമ്മയെ വന്ദിച്ചുകൊണ്ടേയിരിക്കുന്നു, അമ്മയ്ക്കായി പാദസേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു, അർച്ചനാദി കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നിരന്തരം ഒരേ ചിന്തയാണ് എങ്കിൽ, നിരന്തരം ഒരു രൂപത്തിൽ തന്നെ മനസ്സർപ്പിച്ച് ബുദ്ധി അർപ്പിച്ച് നീങ്ങുമ്പോൾ ഒരു അകൽച്ച കാണുന്നില്ല. ഒരു സഖ്യഭാവം തോന്നുകയാണ് മനസ്സിൽ. സദാ എൻ്റെ കൂടെ ഞാൻ അമ്മയ്ക്ക് ഊണ് കൊടുക്കുന്നു, അമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കുന്നു, അമ്മ അത് കഴിക്കുന്നു, അമ്മ കഴിക്കുന്നത് ഞാൻ നോക്കിയിരിക്കുന്നു, അമ്മ എന്നെ കാരുണ്യത്തോടുകൂടി നോക്കുന്നു, സദാ അമ്മയുടെ കൂടെയാണ് ഞാനിരിക്കുന്നത്. അങ്ങനെ ഒരു സഖ്യഭാവം, ഒന്നാണ്, കൂടെയുണ്ട് എന്നുള്ളൊരു ഭാവം നമ്മളിൽ വളരും. ഇതിന് ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. അതിനിവിടെ സഖ്യഭാവം നിലനിർത്തിയിരിക്കുന്നത് അർജുനനും ശ്രീകൃഷ്ണനുമാണ്. അപ്പോൾ അർജുനന് അവസാനം പറയുന്നുണ്ട്, സഖാവ് എന്നൊക്കെ പറഞ്ഞ് നടന്നൂലോ ഭഗവാനെ, അബദ്ധമായി, വഞ്ചിച്ചു എന്നെ, അവിടെ നിന്ന് പോയില്ലേ, സ്വധാമത്തിൽ പോയില്ലേ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം എങ്കിലും ഒരു സഖാവ്, സുഹൃത്ത് കൂടെ ഉണ്ട് എന്നുള്ളൊരു ഭാവം വളർത്തിയെടുക്കുക. അതിനുശേഷം വരുന്ന പടിയാണ് ആത്മനിവേദനം. ആത്മനിവേദനം നമ്മൾ എല്ലാം അമ്മ അവിടത്തേക്ക്, എന്തെന്ത് എനിക്കുണ്ടോ, എന്തെന്ത് എൻ്റെ ബുദ്ധിയിലുണ്ടോ, എൻ്റെ പ്രവർത്തനങ്ങളിലുണ്ടോ, എൻ്റെ വീഥികളിലുണ്ടോ, അതെല്ലാം അമ്മ അവിടത്തേക്ക്. അതിന് നമ്മൾ ഉദാഹരണം പറയുന്നത് മഹാബലി ചക്രവർത്തിയെയാണ്. എല്ലാം ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ച് സ്വയം ശിരസ് കുനിച്ച് ദാ എന്നെ തന്നെ സ്വീകരിക്കൂ എന്നുള്ള ഭാവത്തിൽ ആത്മനിവേദനം നടത്തിയിട്ടുണ്ട്. ആ ആത്മനിവേദനം എന്നുള്ള ഭാവത്തിലേക്ക് എത്തണമെങ്കിൽ എത്രയോ പടികൾ കടന്നിട്ട് വേണം. എളുപ്പമല്ല ആത്മനിവേദനം എന്ന ആ തലത്തിലെത്താനായിട്ട്. ഈ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം അത്രയും കൂടി കഴിഞ്ഞിട്ടാണ് ആ ഒരു ബോധതലത്തിലേക്ക് നമ്മൾ എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ആത്മനിവേദനത്തിൽ എത്താൻ സാധിക്കുന്നു. അങ്ങനെ ഈ സാധനാ മാർഗങ്ങളിലൂടെ ചരിച്ചാൽ മാത്രമേ ആനന്ദപദത്തിൽ നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ, അമ്മയിലെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇവിടെ പറയാണ്, എല്ലാ ആത്മജ്ഞാന മാർഗങ്ങളോടും കൂടി ശ്രീചക്രത്തിൽ വിലസുന്നവൾ അമ്മ. അപ്പം പറഞ്ഞുവല്ലോ, ആയുധങ്ങളെല്ലാം സംഭരിച്ച് വിഹരിക്കുകയാണ്, പരിശോഭിക്കുകയാണ് അമ്മ എന്ന് പറഞ്ഞാൽ ഇത്രയും ആയുധങ്ങൾ ഉണ്ടെങ്കിലേ അതിലൂടെ നമ്മൾ കയറിയാൽ മാത്രമേ ശ്രീചക്രത്തിൽ വിലസുന്ന മഹാദേവിയെ പ്രാപിക്കാനായിട്ട് സാധിക്കൂ. ഇവിടെ ചക്രരാജരഥത്തിൽ അമ്മ ഇരിക്കുന്നത് പാശം, അങ്കുശം, കരിമ്പുവില്ല്, പുഷ്പബാണങ്ങൾ എന്നിവ ധരിച്ചുകൊണ്ടാണ്. ഓം ശ്രീ ചക്രരാജ രഥാരൂഢ സർവായുധ പരിഷ്കൃതായൈ നമ. മഹാദേവിക്ക് നമസ്കാരം. അടുത്ത നാമം ഗേയചക്ര രഥാരൂഢ മന്ത്രിണീ പരിസേവിത. ഗേയചക്രത്തിൽ, ഗേയചക്രരഥത്തിൽ ആരൂഢയായ മന്ത്രിണീദേവിയാൽ, മന്ത്രിണീദേവി ഇവിടെ ശ്യാമളാദേവി, ശ്യാമളാദേവിയാൽ സേവിക്കപ്പെട്ടവൾ ശ്രീ മഹാദേവി. ഗേയചക്രരഥത്തിൽ ആരൂഢയായി വർത്തിക്കുന്ന മന്ത്രിണീദേവിയാൽ, ശ്യാമളാദേവിയാൽ സേവിക്കപ്പെട്ടവൾ ശ്രീ മഹാദേവി. സൂര്യമണ്ഡലവർത്തികളായ മന്ത്രിണിമാരാൽ സേവിക്കപ്പെടുന്നവളാണ് അമ്മ. ഇവിടെ ഗേയം എന്ന് പറഞ്ഞാൽ ഗാനയോഗ്യമായ എന്നർത്ഥമാണ്.
ശ്രീചക്ര ഉപാസകരാൽ അമ്മയെക്കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ട് പാടി അവർ അമ്മയെ അനുഭവിക്കുകയാണ് ചെയ്യണത്. അമ്മയുടെ മഹിമകളെക്കുറിച്ച്, കഴിവുകളെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച് എല്ലാം അവർ പാടി ഘോഷിക്കുകയാണ്. അങ്ങനെ ശ്രീചക്ര ഉപാസകരാൽ സേവിക്കപ്പെടുന്നു, അവർ ഗാനം ചെയ്യുന്നു. അങ്ങനെ ഗാനയോഗ്യമായ ചക്രത്തോടു കൂടിയ ശ്രീലളിതാദേവിയുടെ ഉപാസകരാൽ സേവിക്കപ്പെടുന്നവളാണ് ശ്രീ മഹാദേവി എന്ന് പറയാണ്. ഈ രഥത്തിന് കീർത്തിച്ചു പാടുവാൻ പോരുന്നത്ര മഹിമകളോടുകൂടിയ ചക്രരഥം എന്നുകൂടി പറയുന്നുണ്ട്. അത്രയ്ക്ക് മഹിമയുള്ള രഥമാണ് ഇത്. കീർത്തിച്ചു പാടാൻ ഒരുപാടുണ്ട് ഇതിൻ്റെ കഴിവുകളെക്കുറിച്ച്. ചക്രരഥം സൂര്യമണ്ഡലമാണ്. ദേവിയുടെ ഗായികയും മന്ത്രിണിയുമായ ശ്യാമളാദേവിയാണ് ഇവിടെ. ആ ദേവിയാൽ സേവിക്കപ്പെടുന്നു ശ്രീ മഹാദേവി. ഗേയചക്രരഥത്തിൽ ശ്യാമളാദേവിയാണ്. പറയാണ്, ലളിതാദേവിയുടെ കരിമ്പുവില്ലിൽ നിന്നും ഉദ്ഭവിച്ച സംഗീത ദേവതയും മന്ത്രിണിയുമായ ശ്യാമളാംബികയുടെ തേരിൻ്റെ പേരാണ് ഗേയചക്രരഥം. ഈ രഥത്തിന് 7 നിലകളാണ് എന്ന് പറയുന്നു. ഗേയം എന്ന് പറഞ്ഞാൽ പാടാൻ സാധിക്കുന്നത്, പാടി പ്രകീർത്തിക്കാൻ സാധിക്കുന്നത്. ഈ രഥത്തിന് 7 നിലകൾ. 7 നിലകൾ എന്ന് പറയുമ്പോൾ സപ്തസ്വരങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. സപ്തസ്വരങ്ങളാൽ പാടി പ്രകീർത്തിക്കാൻ തക്ക കഴിവുള്ള ഒരു ഭാവമാണ് ഈ യാത്ര, ഈ തേരിലേറിയിട്ടുള്ള യാത്ര. ഇവിടെ ഉടമസ്ഥയായിട്ട്, അധീശ്വരിയായിട്ട് വർത്തിക്കുന്നത് മന്ത്രിണീ ദേവി, ശ്യാമളാ ദേവിയാണ്. അടുത്ത നാമം ശ്രീ മഹാദേവിയെ നമോ നമ. കിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത. കിരി എന്ന് പറഞ്ഞാൽ പന്നി എന്നർത്ഥമുണ്ട്, വരാഹം. കിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത. കിരിചക്രരഥത്തിൽ ആരോഹണം ചെയ്ത ആരൂഢയായ ദണ്ഡനാഥയാൽ സേവിക്കപ്പെടുന്നവൾ. കിരി, അങ്ങനെ കിരിചക്രരഥത്തിൽ ആരൂഢയാണമ്മ, ആരോഹണം ചെയ്ത്. ദണ്ഡനാഥാദേവിയാണ് ഇവിടെ അമ്മ, ദണ്ഡനാഥാദേവി. ആ ദണ്ഡനാഥാദേവിയാൽ സേവിക്കപ്പെടുന്നവളായിട്ട് മഹാദേവി ശ്രീലളിതാ ത്രിപുര സുന്ദരീ ദേവി. കിരിചക്രരഥത്തിൽ സ്ഥിതി ചെയ്യുന്ന ദണ്ഡനാഥാശക്തിയാൽ അകമ്പടി സേവിക്കപ്പെടുന്നവൾ ദേവി. ഇവിടെ വാരാഹി ശക്തിയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. കിരി എന്ന് പറഞ്ഞാൽ കാട്ടുപന്നി എന്നും അർത്ഥമുണ്ട്. ഇവിടെ എന്തും നേരിടാൻ തക്ക ശക്തിയുള്ളതും എന്തിനും പോന്ന കഴിവ്, ഒരിക്കലും തൻ്റെ സ്ഥാനം വിട്ടുകൊടുക്കാത്തതുമാകുന്നു ഈ ദേവി, വാരാഹി ശക്തി, ദണ്ഡനാഥ. പരമേശ്വരിയുടെ സേനാനായികയായ ഈ ദേവി എപ്പോഴും കയ്യിലൊരു ദണ്ഡ് പിടിച്ചിട്ടുണ്ടാവും. ഈ ദണ്ഡ് ധരിക്കുന്നതിനാൽ ദണ്ഡനാഥ എന്ന പേര് കൈവന്നിരിക്കുന്നു. ഈ വാരാഹി ശക്തി ദേവിയുടെ ആജ്ഞ പാലിക്കുന്നു. യോഗിനീ ദേവിമാർ കൂടെയുണ്ട് സേവനം ചെയ്യാനായിട്ട്. സേനാ സന്നദ്ധരായിട്ട്, ഉദ്യുക്തരായിട്ട് യോഗിനീ ദേവിമാർ കൂടെയുണ്ട്. ഈ ദേവി മഹാദേവിയുടെ പഞ്ചതന്മാത്ര സായകങ്ങളിൽ നിന്നും ഉണ്ടായി എന്ന് പറയുന്നു. പഞ്ചതന്മാത്ര സായകങ്ങളിൽ നിന്നും ആവിർഭവിച്ച ദേവിയാണ് കിരിചക്രരഥാരൂഢയായിട്ടുള്ള ദണ്ഡനാഥ ദേവി. കയ്യിൽ സദാ ദണ്ടുണ്ട്. അത്രയ്ക്ക് ദണ്ഡനത്തിന് റെഡിയാണ് അമ്മ.
ഒരു കാര്യത്തിനും വിട്ടുവീഴ്ചയില്ല, കൃത്യമായ ആജ്ഞ പാലിക്കുകയും ചെയ്യും, ആജ്ഞ നടപ്പിൽ വരുത്തുകയും ചെയ്യുന്ന അത്രയ്ക്ക് ശക്തി സ്വരൂപിണിയാണ് ദണ്ഡനാഥാദേവി അല്ലെങ്കിൽ വാരാഹി ദേവി. പിന്നെ ഈ രഥത്തിന് കാട്ടുപന്നിയുടെ ആകൃതിയുണ്ട് എന്നും പറയുന്നു. കാട്ടുപന്നിയുടെ ആകൃതിയിലുള്ള രഥമാണ് ഇത്. കിരി എന്നാൽ രശ്മി എന്നും അർത്ഥമുണ്ട്. കിരി എന്നാൽ രശ്മി എന്നും അർത്ഥമുണ്ട്. അപ്പം ഇവിടെ ദേവി രശ്മികളുടെ കിരിയുടെ രഥത്തിൽ സഞ്ചരിക്കുന്നു. എന്താണ് കിരണം? പ്രകാശകിരണമാണ്, ജ്ഞാനപ്രകാശകിരണമാണ്. രശ്മികളുടെ രഥത്തിലാണ് ദേവി സഞ്ചരിക്കുന്നത്. ഇവിടെ ജ്ഞാനകിരണം, സൃഷ്ടികിരണം, സംസാരചക്രത്തിന് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം നടത്തുന്നത് ശക്തിയുടെ കിരണമാണ്. അങ്ങനെ ആ രശ്മിയിൽ അല്ലെങ്കിൽ പ്രകാശത്തിൽ സഞ്ചരിക്കുകയാണ് ശ്രീ മഹാദേവി. അങ്ങനെ സംസാരചക്രത്തിൽ വിളങ്ങി വിലസുന്ന ശ്രീ മഹാദേവിയാണ് ദണ്ഡനാഥാദേവി അല്ലെങ്കിൽ വാരാഹി ദേവി. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. അടുത്ത നാമം ജ്വാലാമാലിനികാക്ഷിപ്തവന്യപ്രാകാരമധ്യക. ജ്വാലാമാലിനികാക്ഷിപ്തവന്യപ്രാകാരമധ്യക. ജ്വാലാമാലിനി അല്ലെങ്കിൽ ജ്വാലാമാലിനികാദേവതയാൽ ആക്ഷിപ്തമായ എന്ന് പറഞ്ഞാൽ സ്ഥാപിതമായ, നിർമ്മിക്കപ്പെട്ട വന്യപ്രാകാരത്തിന്, അഗ്നിയുടെ ഒരു കവചമാണ്, ഒരു മതിൽക്കെട്ട്. വന്യപ്രാകാരത്തിനു മധ്യേ പ്രവേശിച്ചവളാണ് ദേവി. അഗ്നിമയമായ കോട്ട, ജ്വാലാമാലിനിയാൽ നിർമ്മിക്കപ്പെട്ട അഗ്നികോട്ടയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു ദേവി. ഇവിടെ ഓരോ തിഥികളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ഠി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, പഞ്ചദശി, പൗർണമി. ഇതാണ് നിത്യ ദേവതമാർ. ഓരോ തിഥികൾക്കും ദേവതമാരുണ്ട്. അവരിൽ ദേവതമാരായി കൽപ്പിച്ചിരിക്കുന്നത് ആ ക്രമത്തിൽ കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന, ഭേരുണ്ട, വന്നിവാസിനി, മഹാവജ്രേശ്വരി, ശിവദൂതി, ത്വരിത, കുലസുന്ദരി, നിത്യ, നീലപതാക, വിജയ, സർവമംഗള, ജ്വാലാമാലിനി, ചിത്ര എന്നിവരാണ് ഈ തിഥികളുടെ നിത്യദേവതമാർ. യുദ്ധരംഗത്ത് ദേവി, മഹാദേവി ലളിതാപരമേശ്വരി ജ്വാലാമാലിനി ദേവതയോട് പറയുകയാണ്, വത്സേ, നിൻ്റെ രൂപം അഗ്നിയാണ്, നിൻ്റെ ശരീരം അഗ്നിയാണ്. ഈ മഹാസൈന്യത്തെ നീ രക്ഷിച്ചാലും ഒരു വന്നിക്കോട്ട നിർമ്മിക്കുക. കാരണം ഭണ്ഡാസുരൻ ധർമ്മയുദ്ധത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ചു.
ധർമ്മയുദ്ധത്തിലെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ദേവിയെ അർദ്ധരാത്രിയിൽ കൂരിരുട്ടിൽ ആക്രമിച്ചു. നിയമങ്ങളുണ്ട് യുദ്ധത്തിന്. സന്ധ്യ കഴിഞ്ഞാൽ യുദ്ധമരുത്, ആയുധമില്ലാത്തവനോട് പോരടിക്കരുത്, പിന്തിരിഞ്ഞോടുന്നവനെ ആക്രമിക്കരുത്. ഇവിടെ ഭണ്ഡാസുരൻ അർദ്ധരാത്രിയിൽ കൂരിരുട്ടിൽ ദേവിയെ അപ്രതീക്ഷിതമായി നിയമം ലംഘിച്ച് ആക്രമിക്കുകയാണ് ചെയ്തത്. ദേവി, ശ്രീ മഹാദേവി ഭണ്ഡാസുരനെ പരാജയപ്പെടുത്തി. എങ്കിലും ഇനിയും ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, ആസുരീക ബുദ്ധിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇനിയും ഇത് ചെയ്യാം. അപ്പോൾ ഇനിയും ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ചക്രരാജത്തെയും ദേവിയെയും സംരക്ഷിക്കുന്നതിനും വേണ്ടി ദണ്ഡനാഥ, മന്ത്രിണി തുടങ്ങിയവരുടെ നിർദ്ദേശപ്രകാരം മാഹേന്ദ്ര പർവ്വതത്തിൻ്റെ ഉത്തരഭാഗത്ത് 100 യോജന വിസ്താരത്തിൽ ഒരു ശിബിരം നിർമ്മിച്ചു. ജ്വാലാമാലിനിയോട് 30 യോജന ഉയരത്തിൽ ജ്വലിക്കുന്ന ജ്വാലകളോട് കൂടിയവളായി ഒരു മതിൽക്കെട്ടായി സൈന്യത്തിന് ചുറ്റും രക്ഷയായി നിൽക്കുക എന്ന് ശ്രീ മഹാദേവി ഉത്തരവ് കൊടുത്തു. ആ പ്രാകാരത്തിൻ്റെ മധ്യത്തിൽ ലളിതാദേവി വിളങ്ങുന്നു. എല്ലാറ്റിനും കാരണഭൂതയായ കാലമാണ് ശ്രീ മഹാദേവി എങ്കിലും നിർവികാരയായി എല്ലാറ്റിനും മധ്യത്തിൽ നിൽക്കുന്നത് അമ്മയാണ്, ശ്രീ മഹാദേവിയാണ്. ശ്രീചക്രത്തിൻ്റെ നടുവിൽ മഹാദേവി ജ്വാലാമാലകൾ ചുറ്റും വീശിക്കൊണ്ട് ശ്രീ ലളിതാംബിക പരമേശ്വരി കുടികൊള്ളുകയാണ്. ഇവിടെ നമുക്കൊരർത്ഥം പ്രത്യേകിച്ച് ഗ്രഹിക്കേണ്ടതുണ്ട്. ഭണ്ഡാസുരൻ എന്ന അജ്ഞാനത്തെ, ഭണ്ഡാസുരൻ എന്ന അന്ധകാരത്തെ, ആസുരീകതയെ ഇല്ലായ്മ ചെയ്യുവാൻ അഗ്നി, വെളിച്ചം, അറിവ്, ജ്ഞാനമാണ് ഉണർത്തേണ്ടത്. അജ്ഞാനമാകുന്ന ഭണ്ഡാസുരന് ജ്ഞാനാഗ്നിയിൽ നിലനിൽപ്പില്ല എന്നുകൂടി മനസ്സിലാക്കാം. അപ്പോൾ അമ്മ പറയാണ്, ഒരു ശിബിരം തയ്യാറാക്കുക, സംരക്ഷണം വേണം, ഒരു ശിബിരം തയ്യാറാക്കുക, എന്നിട്ട് അതിന് ചുറ്റും ജ്ഞാനാഗ്നി കൊളുത്തുക. അങ്ങനെയാണ് നമ്മൾ കവചം സൃഷ്ടിക്കുകയാണ്. ആ കവചത്തോടുകൂടി വർത്തിക്കുന്ന നമ്മുടെ ശരീരത്തിൽ തീർച്ചയായും കുടികൊള്ളുന്നത് ശ്രീ മഹാദേവിയാണ്, ശ്രീ ലളിതാ പരമേശ്വരിയാണ്, ശ്രീ ലളിതാംബികയാണ്. അങ്ങനെ ജ്വാലാമാലിനി ആയിട്ടുള്ള ദേവിക്ക് നമസ്കാരം, ജ്വാലാമാലിനിയാൽ പൂജിക്കപ്പെടുന്ന മഹാദേവിക്ക് നമസ്കാരം. ജ്വാലാമാലിനീകാക്ഷിപ്ത നിർമ്മിക്കപ്പെടുകയാണ്. ജ്വാലാമാലിനീകാക്ഷിപ്ത വന്യപ്രാകാര മധ്യക, ആ അഗ്നിവലയത്തിൻ്റെ മധ്യത്തിൽ, അഗ്നികൂടാരത്തിൻ്റെ മധ്യത്തിൽ അമ്മ ശ്രീ ലളിതാ പരമേശ്വരി വർത്തിക്കുന്നു. ജ്യോതിസ് തന്നെയാണ് അമ്മ, അറിവാണ് അമ്മ, പ്രഭയാണ്, ഐശ്വര്യമാണ്. അങ്ങനെയുള്ള ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ജ്വാലാമാലിനീകാക്ഷിപ്ത വന്യപ്രാകാര മധ്യകായൈ നമഃ.